യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ അമേരിക്ക തന്നെ വിലക്കുകയാണ്. ഭരണകക്ഷിയിൽപ്പെട്ടവരും പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ടവരും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പിന്മാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമായിരിക്കും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഒരു യുദ്ധത്തിന് നേതൃത്വം നൽകിയാൽ ഉണ്ടാവുക. പരമാവധി ബൈഡൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത്. ചെങ്കടലുമായി ബന്ധപ്പെട്ടും അതേപോലെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ടും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടും ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ 2 തവണ നേരിട്ട് ആക്രമണം ഉണ്ടായിട്ട് പോലും ബൈഡന്റെ സൈന്യം അല്ലെങ്കിൽ ബൈഡൻ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടില്ല. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ കനത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ യുദ്ധം നമ്മളെ വല്ലാത്ത രീതിയിൽ ശക്തി ക്ഷയിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും. ഇത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് എന്ന് പിൽക്കാലത്ത് മനസ്സിലാവുകയും ചെയ്യും. അതൊന്ന് ഒഴിവായി നിൽക്കണം എന്നുള്ളതാണ്. US വിപണി കാലിയാകും എന്നുള്ളതാണ്. US-ന്റെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വരും, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ. സർക്കാർ അതിന് പിന്തുണയ്ക്കിയാലും ഗവൺമെൻറ് പിന്തുണച്ചാലും ബഹിഷ്കരണം സാധാരണക്കാർ മെയ്ഡ് ഇൻ അമേരിക്ക കാണുന്ന സമയത്ത് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം വരും. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്ന ഒരു യുദ്ധമായിട്ട് അത് മാറും. US-ന്റെ ആയുധ വിപണികൾ വിൽപ്പന നടത്താൻ പറ്റാത്ത രീതിയിലും അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. പകരം റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ തുർക്കിയുടെ പേര് പോലും പറയുന്നുണ്ട്, അവരുടെ ആയുധങ്ങൾ സ്വീകരിക്കുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാവും. ഏറെക്കുറെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അത് പിന്നെ സ്ഥിരമുള്ള പരിപാടിയായിട്ട് മാറും. പിന്നീട് പറയുന്നത് ലോക ബാങ്കിൽ നിന്ന് വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ, സാമ്പത്തികം പിൻവലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. 30% അതിനോട് അടുത്തോ ഈ ലോക ബാങ്കിലുള്ള സാമ്പത്തികം അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് പണം കൂട്ടത്തോടു കൂടി പിൻവലിച്ച ഒരു കാലമുണ്ടായത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്കും തങ്ങളുടെ നിലപാടിനും എതിരെ അമേരിക്ക നിലപാട് സ്വീകരിച്ചു എന്നതിനാൽ തങ്ങൾ എന്ത് ചെയ്യുന്നു? തങ്ങൾ അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല, പിൻവലിക്കുക എന്ന് പറയുന്ന കൂട്ടത്തോടു കൂടിയുള്ള വിഡ്രോവൽ സംവിധാനം അവിടെ ഉണ്ടായി. അതോടുകൂടി ലോക ബാങ്ക് തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇനി തുടരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒരുപാട് ചർച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പിൻവലിച്ചവരൊന്നും പിന്നീട് അങ്ങോട്ട് തിരിച്ച് ഈ ലോക ബാങ്കിലെ ആശ്രയിച്ചിട്ടില്ല എന്ന് പറയുന്നു. പ്രാദേശിക ബാങ്കുകൾ അല്ലെങ്കിൽ രാജ്യത്തുള്ള ബാങ്കിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പല അറബ് രാജ്യങ്ങളിലെ വ്യവസായികളും സമ്പന്നരും ഭരണകൂടം മാറിയിട്ടുണ്ട് എന്നാണ് അതിനോടനുബന്ധിച്ചിട്ട് ഉള്ള റിപ്പോർട്ട്. അൽ ജസീറ, റിയാദ്, ഒക്കാസ് പോലെയുള്ള സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രങ്ങൾ തന്നെ ഏറെക്കുറെ ആ കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നത് ഒഴിവാക്കും. ഇപ്പോൾ പല വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അമേരിക്ക ആശ്രയിക്കും, അവരുടെ നയങ്ങളും നിലപാടുകളും ചോദിക്കും. മാത്രവുമല്ല, രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് കുവൈറ്റ് യുദ്ധം പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സഹായം തേടിയത് അമേരിക്കയോടാണെങ്കിൽ പകരം മറ്റു രാജ്യങ്ങളോട് സഹായം തേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത്, ലോക കോടതിയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ഐക്യരാഷ്ട്രസഭയിലും അമേരിക്കക്കെതിരെ ഒരുപാട് പ്രമേയങ്ങൾ വന്നുകൊണ്ടിരിക്കും. പ്രമേയത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിലും ഈ വിശ്വാസക്കുറവുണ്ടാവാൻ ഇത് വലിയ രീതിയിലുള്ള കാരണമായിട്ട് മാറും. നിരന്തരം അമേരിക്കക്കെതിരെ ഈ UN സഭയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിയിൽ ഇങ്ങനെ പരാതി വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വലിയ ക്ഷീണമുണ്ട്. 32ഓളം ഈ നടപടിക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട രേഖകൾ UN സഭയിലുണ്ട് ഇസ്രായേലിനെതിരെ. 32ഓളം കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ UN സഭ ഇസ്രായേലിനെതിരെ പാസ്സാക്കിയിരിക്കുന്ന പ്രമേയം ഏകദേശം 32 നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് സഹകരിക്കാൻ പല രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പാട് ഉള്ളത് അല്ലെങ്കിൽ സഹകരിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ UN സഭയിൽ ഇത്രയേറെ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു രാജ്യമായിട്ട് ലോകം അംഗീകരിക്കുന്നത് ഇസ്രായേലാണ് എന്നതിനാൽ അവരുമായിട്ട് സഹകരിക്കാൻ വേണ്ടി പ്രയാസമുണ്ട്. ഇതേ സാഹചര്യങ്ങൾ എവിടെ ഉണ്ടാവും? അമേരിക്കക്കും ഈ സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ അടുത്തത് പറയുന്നത് ഈ ഐക്യരാഷ്ട്രസഭ UN സഭ അമേരിക്കയുടെ ആസ്ഥാനത്തിൽ നിന്ന് മാറ്റി മറ്റു രാജ്യത്തേക്ക് മാറ്റാൻ പ്രമേയം അവതരിപ്പിക്കും. ഇതിനു മുമ്പ് അങ്ങനെ അത്ര ഒരു പ്രമേയം വന്നിരുന്നു. പക്ഷേ ആ പ്രമേയമൊക്കെ തള്ളപ്പെട്ടു പോയതാണ്, ആരുടെയും പിന്തുണ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിൽ UN സഭയിൽ വരുന്ന പ്രമേയങ്ങളൊക്കെ അമേരിക്കക്കെതിരാണ്.
അങ്ങനെ അമേരിക്കക്കെതിരെ നിരന്തര പ്രമേയം അവരുടെ രാജ്യത്ത് തന്നെ വരുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാവും. ഈ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗിൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അമേരിക്ക ഒഴിവാക്കണം. കാരണം രണ്ടാം ലോക യുദ്ധത്തിൽ ആണവ സ്ഫോടനം നടത്തിയ അമേരിക്കയുടെ അതേ രാജ്യത്ത് തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തിനെതിരെ ആ രാജ്യത്തെ കോടതിയിലേക്ക് തന്നെ പരാതിയുമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഹേഗിലേക്ക് അത് മാറ്റി. സമാനമായ രീതിയിൽ UN സഭയുടെ ആസ്ഥാന മന്ദിരം അമേരിക്കയിൽ നിന്ന് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ വരും. അപ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ച് പറയുന്നത് ഈ അമേരിക്കയുടെ എംബസികൾ, കോൺസുലേറ്റുകൾ, ആ കോൺസുലേറ്റുമായി സഹകരിക്കാത്ത രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും. പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സഹകരിക്കാതിരിക്കുക ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ അവരുമായിട്ടൊരു ബന്ധം മുറിക്കുക എന്നുള്ളതാണ്. അത് ഘട്ടത്തിൽ അങ്ങനെ ഓരോരോ തുടക്കങ്ങൾ ഉണ്ടാവും. അപ്പോൾ ലോകത്ത് ആകമാനമുള്ള രാജ്യങ്ങളുടെ അംഗീകാരമുള്ള രാജ്യമാണ് നിലവിൽ അമേരിക്ക എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ട്രംപിനോട് പറയുന്നത്, മുൻപ് നിങ്ങളുടെ ഭരണകാലത്ത് ഇറാനെതിരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തി, എന്നിട്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളതാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം തരണം. സംഭവം അവിടുത്തെ കാസിം സുലൈമാനി എന്ന് പറയുന്ന സൈനിക കമാൻഡറെ കൊല്ലാൻ വേണ്ടി സാധിച്ചു. അത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കാണിക്കുകയും ലോകം അത് നേരിട്ട് കാണുകയും ചെയ്തു. സംഭവം സത്യം, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. തിരിച്ചടികൾ നമ്മൾക്കുണ്ടായിട്ടുണ്ട്, അതിൻ്റെ മേലെ അതിജീവനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അതിനുശേഷം എത്രത്തോളം ശക്തരായിട്ടാണ് ഇറാൻ പിന്നെ മാറിയത്. 500 കിലോമീറ്റർ വൈദൂരത്തുള്ള മിസൈലുകളൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് 2000 കിലോമീറ്റർ വൈദൂരത്തിലേക്ക് മാറ്റുന്ന ഒരു സൃഷ്ടിപ്പ് പോലും ഉണ്ടാക്കിയൊക്കെ ഈ കാലഘട്ടത്തിലാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ കാലത്ത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ട്രംപാണ് മാറിപ്പോയത്. അതോടനുബന്ധിച്ച് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് വലിയ രീതിയിലുള്ള സൗകര്യമായി. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ യഥാർത്ഥത്തിൽ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ നമ്മൾ ഒന്നും നേടില്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് വലിയ രീതിയിലുള്ള പരാജയം യുദ്ധസമയത്ത് മാത്രമല്ല ഭാവിയിലും ഉണ്ടാവും. ഒരു പുതിയ സൈനിക ശക്തി നമ്മൾക്ക് മേലെ ആധിപത്യം ഉണ്ടാക്കാനുള്ള സാധ്യതയും പറയുന്നു. യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ സൈനിക ബലമായിരിക്കുന്ന വലിയ ശക്തിയാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നത്, അല്ലെ ലോകം അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരം മാത്രമേ അതിനുള്ളൂ. അവർ ജപ്പാനിൽ ആണവസ്ഫോടനം നടത്തി, വേറൊന്നും അതിലില്ല. പല യുദ്ധങ്ങളും പല രൂപത്തിലും പല രീതിയിലും ഒക്കെ നടന്നിട്ടുണ്ട്, പല രാജ്യങ്ങളുമായിട്ട് നടന്നിട്ടുണ്ട്. ആധിപത്യം ഉണ്ടാക്കിയവരും ഇല്ലാത്തവരും, ഭരണാധികാരികൾ മരണപ്പെട്ടു പോയവരും ഭരണാധികാരിയെ പിടിക്കപ്പെട്ടവരും, അങ്ങനെ പല സംഭവങ്ങളും ഒരു 100 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെയൊന്നും ലോകത്തിന് മുൻപിൽ സർവാധിപത്യമുള്ള ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം രണ്ടാം ലോക യുദ്ധത്തിൽ നടത്തിയ പോലെ ഒരു ആണവ സ്ഫോടനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതേ ആണവ സ്ഫോടനം യഥാർത്ഥത്തിൽ റഷ്യ മറ്റൊരു രാജ്യത്തിന് നേരെ നടത്തിയാലോ അവിടെ റഷ്യ ആയിരിക്കും പിന്നീട് ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയായിരിക്കുന്ന രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയണം. അപ്പോൾ സൈനിക ബലം എന്ന് പറയുന്നത് ആണവ സ്ഫോടനം നടത്തി എന്നതുകൊണ്ട് മാത്രമാണ് അത്രയും കാലം രണ്ടാം ലോക യുദ്ധത്തിൽ തിളക്കമുള്ള അമേരിക്കയുടെ സഖ്യകക്ഷിയായിരിക്കുന്ന രാജ്യം ബ്രിട്ടനായിരുന്നു. ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും റഷ്യയൊക്കെ ഒരേ ചേരിൽ നിന്ന യുദ്ധമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യം ഒന്ന് ബ്രിട്ടൻ്റെയും റഷ്യയുടെയും പേര്, സോവിയറ്റ് യൂണിയൻ്റെ പേരാണ് പറഞ്ഞത്, അമേരിക്കയുടെ പേര് പറഞ്ഞിട്ടില്ല. അമേരിക്ക പൊടുന്നതിനെ ജപ്പാനിൽ ഇട്ടതോടു കൂടിയാണ് അവർക്ക് വലിയ രീതിയിലുള്ള മേൽക്കോയ്മ ഉണ്ടായത്. ഈ പ്രവൃത്തി റഷ്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ആധിപത്യം നഷ്ടപ്പെട്ടു പോയും അംഗീകാരമില്ലാത്തൊരു സാഹചര്യങ്ങൾ വരികയും ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ്, നമ്മളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ മധ്യയാണ് റഷ്യ നിലനിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു കാലത്തും നല്ലൊരു ബന്ധം റഷ്യക്ക് ഉണ്ടായിട്ടില്ല. അവരെ ഉക്രൈനുമായിട്ടുള്ള വിഷയം തന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് ഉക്രൈൻ എടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് എടുക്കാതിരിക്കുന്നതിനെതിരെ എടുക്കുന്നതിനെതിരെയാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ നിലവിലെ യുദ്ധം. അതൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കപ്പെടുന്ന ഒരുപാട് വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പൗരാവലിയുടെ അഭിപ്രായമാണെങ്കിലും പത്രമീഡിയക്കാരുടെ അഭിപ്രായമാണെങ്കിലും ഒരേ നിലപാടാണുള്ളത്. യുദ്ധത്തിന് അമേരിക്ക നേതൃത്വം നൽകുന്നത് ദുരന്തപരമായിരിക്കുന്ന ഫലമായിട്ട് അത് അവസാനിക്കും എന്ന്.